കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ UDFന്റെ മേയർ സ്ഥാനാർത്ഥി VM വിനുവിന് വോട്ടുണ്ടായിരുന്നുവെന്ന് കോൺഗ്രസ് വാദം പൊളിയുന്നു. മലപ്പുറം DCC അധ്യക്ഷൻ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആ സ്ഥാനാർത്ഥിയോടൊപ്പം പോയി VM വിനു വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ വോട്ടർ പട്ടിക ഇപ്പോൾ ഒരു സൈറ്റിൽ കാണാനില്ല. സാധാരണഗതിയിൽ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചാലും മറ്റൊരു തൊട്ടു മുമ്പുള്ള പട്ടിക സൈറ്റിലുണ്ടാവുന്ന പതിവാണ്. ഇത്തവണ പട്ടിക സൈറ്റിലേ ഇല്ല. ഈ വിവരം കേട്ടപ്പോൾ ഞങ്ങൾ പരിശോധിക്കായിരുന്നു. ഇതിന്റെ പിന്നിലും കോർപ്പറേഷന്റെ കോൺസ്പിറൻസി തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഇത് EROനെ കാണാൻ വേണ്ടി പോവുകയാണ്. രണ്ടാമത്തെ സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ട്, ബിന്ദു വരുന്നുണ്ട്. ഇപ്പം ആ 21ാം ഡിവിഷനിൽ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത ആളാണ് ബിന്ദു. 30 വർഷമാണ് താമസമാണ്. അപ്പോൾ അവരുടെ വോട്ട് ഒരു അറിയിപ്പിൽ തള്ളിയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 76 സ്ഥാനാർത്ഥികളെ വോട്ട് പരിശോധിച്ചപ്പോൾ 2 വോട്ട് മിസ്സായിരിക്കുന്നു. അതൊരു പ്രധാന കാര്യമല്ലേ? 2 ആൾക്ക് വോട്ടില്ല. ഇനി ഞങ്ങൾ പാർട്ടി ശ്രമിച്ചില്ലെന്ന് കൂട്ടാ, അല്ലെങ്കിൽ ആരെങ്കിലും അതിനുവേണ്ടി കരുതി സംഘടന ശ്രമിച്ചില്ല, ഇവർക്ക് വോട്ട് ഉത്തരവാദിത്തം ആർക്കാ? ഇവിടെ ജീവിക്കുന്ന 18 വയസ്സായ പൂർത്തികൾക്ക് വോട്ട് ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനല്ലേ? ആ ഉത്തരവ് നിറവേറ്റൂടെ? അത് നടന്നോ? 2020 വോട്ടർ പട്ടിക കോൺഗ്രസ് കയ്യിലുണ്ടോ? ഇല്ല. 2000 സൈറ്റ് കാണാൻ ഇല്ല. ഞങ്ങളിപ്പോ സൈറ്റിൽ നോക്കി. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ അകത്ത് കാണേണ്ട ഗൗരവകരമാണ്. നിങ്ങൾ 76 വോട്ട് പരിശോധിച്ചപ്പോൾ 2 വോട്ട് മിശ്രം 3%. ഇത് എത്ര ശതമാനം വോട്ടുണ്ടാവും? ആ പട്ടിക എന്തുകൊണ്ട് സൈറ്റിലില്ല? ഇലക്ഷൻ കമ്മിറ്റിയുടെ സൈറ്റിൽ പട്ടിക സാധാരണഗതിയിൽ പ്രാദേശിക ഘടകങ്ങളൊക്കെ സൂക്ഷിച്ചു ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇല്ല, സത്യമാണ്. പക്ഷെ ആ പട്ടിക സൂക്ഷിക്കാറില്ല. അതും ഉണ്ടാവാം. പക്ഷെ ഞാൻ പറയുന്നു 2020 വോട്ട് ചെയ്തിട്ടുണ്ടോ നേരത്തെ പരിശോധിച്ചില്ല. വോട്ട് ഉണ്ട്, അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഈ പട്ടികക്കകത്ത് ഇതിന്റെ അകത്ത് കൃത്രിമം നടന്നിട്ടുണ്ട്. വിനു വോട്ട് ചെയ്തിട്ടുണ്ട് 2000. അല്ലല്ല, പിന്നീട് 2000 വിനു വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വോട്ട് ചെയ്തതാണ്. എൻ്റെ കൗൺസിലർ മത്സരിച്ചിരുന്ന രാജേഷാണ്. രാജേഷിന് വേണ്ടിയിട്ട് ഞാൻ വോട്ട് ചെയ്തതാണ്. ഞാനും എൻ്റെ വൈഫും വോട്ട് ചെയ്തതാണ്. ഇപ്പം ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനല്ലേ വോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്കൂളിലെ ബൂത്ത് നമ്പർ 4. മകനുണ്ടായിരുന്നു. മകൻ അന്ന് സ്ഥലത്തില്ലായിരുന്നു. ഭാര്യയും ഞാൻ 2020 പുറത്തു വന്ന പട്ടികയിൽ താങ്കളുടെ പേര് കാണുന്നില്ല. അത് ആ പട്ടിക കോർപ്പറേഷനിലല്ലേ? അല്ല, ഞാനൊരു അതിനകത്തൊരു നമ്മൾ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കാം. ഇപ്പൊ അതിനകത്ത് അല്ല, ക്ലാരിറ്റി ഒന്നുമില്ല. ഞാൻ 2020 വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അതെ, 4ാം ബൂത്തിൽ അതായത് ക്രമ നമ്പർ പറയുന്നത്. ഇപ്പം അതിനകത്ത് ക്രമ നമ്പർ, അതായത് 8ാം വാർഡിലെ ക്രമ നമ്പറിൽ താങ്കളുടെ വീട് നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് 170 മുതലുള്ള ക്രമ നമ്പറാണ് വരുന്നത്. ആ 170 മുതലുള്ള ക്രമ നമ്പറിൽ 170ാമത്തെ പേര് അവിടുത്തെ ലതീഷ് പറയുന്ന ആളാണ്. 72 എന്ന് പറയുന്നത് സരസു, അവരുടെ ഭർത്താവിന്റെ പേര് ബാലൻ എന്നാണ്. പിന്നെയുള്ളത് 74 സരസ്വതി, പിന്നെ രതീഷ്, ബാലൻ നായർ, രാജൻ. ഇതാണ് താങ്കളുടെ വീടിന്റെ ചേർന്ന് കിടക്കുന്ന മറ്റു വോട്ടർമാരുടെ പേര്. അവിടെ ഒന്നും താങ്കളുടെ പേര് കാണുന്നില്ല. അപ്പൊ എന്റെ വീടും ഞാനെല്ലാം ഭൂമിയുടെ അടിയിലേക്ക് കാണുമായിരുന്നു. അല്ല, എന്താണ് അപ്പൊ സംഭവിച്ചത്? എനിക്ക് എങ്ങനെയാണ് അറിയാം? ഞാൻ വോട്ട് ചെയ്തതാണ്. ആ സ്ഥലത്ത് 20 കൊല്ലം 18-20 കൊല്ലം താമസിക്കുന്ന സ്ഥലത്ത് ഞാനില്ല, ചുറ്റുപാടുള്ളവർ പേരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് എന്റെ മോനെ. ഞാൻ പട്ടിക ആരെങ്കിലും കോർപ്പറേഷനിലല്ലേ? കോർപ്പറേഷനിലല്ല ഈ പട്ടിക കോർപ്പറേഷനിലല്ലേ? ഹലോ, ഈ പട്ടിക ഒരു മിനിറ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പട്ടിക കോർപ്പറേഷനിലല്ലേ? അത് നീക്കം ചെയ്തിരിക്കുന്നു എന്നാണ് അവർ തമ്മിൽ ഇപ്പോ നീക്കം ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് 20 പട്ടികയാണെങ്കിലും ഞാൻ ഈ രാജേഷിന്റെ ഈ കൗൺസിലർ സ്ഥാനത്തേക്കുള്ള ഇതിൽ ഞാൻ എറണാകുളത്തേക്ക് രാജേഷിന് അസലായിട്ട് എറണാകുളത്തേക്ക് എനിക്ക് ഒരു ഡിസ്കഷനായിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് എനിക്ക് വോട്ട് ചെയ്ത് പോകണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വൈഫ് അവിടെ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തന്നുകൊണ്ട് ഞാൻ വോട്ട് ചെയ്തിട്ട് പോയതാണ്. ഇതിനകത്ത് രാജേഷ് ഇവിടെ ഉണ്ടോ? അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ആവശ്യമുണ്ട്. ഒരു കാര്യം കൂടി കേട്ടോ, ഇതിനകത്ത് ഇപ്പം അന്ന് അതായത് 2020 മത്സരിച്ച LDF സ്ഥാനാർത്ഥി താങ്കളുടെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് വോട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അയ്യോ, ഇത് എന്തൊക്കെ കഥ ഉണ്ടാക്കാന്ന്.
ഇനി വരുമ്പോ ഇനി വേണമെങ്കിൽ അവർ പറയാം ഞാൻ വരുമ്പോൾ ഞാൻ VM വിന് ബോധം കെട്ട് കിടക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല. രാഷ്ട്രീയത്തിൽ വരാത്ത നമ്മളെ പൗരന്മാർക്ക് വോട്ട് വേണ്ടേ? അപ്പൊ വന്നാലും ഇല്ലെങ്കിൽ എനിക്ക് വോട്ട് വേണ്ടേ അവിടെ? അത് എന്റെ അവകാശമല്ലേ? അല്ല, ഈ വോട്ട് ഉറപ്പാക്കേണ്ടത് ഇപ്പൊ പ്രാദേശിക ഘടകങ്ങൾ, ഇപ്പൊ ഇതിനകത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ അവിടുത്തെ സാധാരണഗതിയിൽ ഒരു പ്രദേശത്ത് വോട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ അവരുടെ അനുഭാവികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ വോട്ട് ഉറപ്പിക്കുന്നത് ആ പ്രാദേശിക ഘടകങ്ങൾ ഉറപ്പിക്കാറുണ്ട്. അതായത് വോട്ടില്ലെങ്കിൽ അവരെ വോട്ട് ചേർക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തും. അല്ലാത്ത ആളുകൾ സ്വന്തമായി വോട്ട് ചേർക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ വേണമെങ്കിൽ ചേർക്കാമല്ലോ, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു വിമർശനം വരുന്നുണ്ട്. അല്ല, അങ്ങനെ വിമർശനം വെച്ചാൽ എന്റെ കഴിഞ്ഞ കൗൺസിൽ സ്ഥാനത്തേക്ക് പിന്നെ മത്സരിക്കുന്ന സമയത്ത് രാജേഷ് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകൻ കല്യാണം കഴിച്ച സമയത്ത് എൻ്റെ മരുമകളെ ചേർത്താൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവളെ ഇവിടെ ഇല്ല, അവൾ ഖത്തറിലാണ്, ഇവിടെ വോട്ട് ചേർത്തിട്ട് കാര്യമില്ല എന്ന് അത്ര ശ്രമം നടത്തിയ ആളാണ് രാജേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.